പ്രേംകുമാർ, എന്താണ് നിജേഷ് അരവിന്ദ് പറയുന്നത് എന്നുള്ളത് താങ്കൾ കുറേയൊക്കെ കേട്ട് കാണുമല്ലോ. നാളെ പരസ്യപ്രചരണം അവസാനിക്കാൻ പോവുകയാണ്. എന്താണ് പാലക്കാട്ടെ സ്ഥിതി എന്നുള്ളത് നിജേഷ് അരവിന്ദ് കാണുന്നത് പോലെയാണോ? ഒരിക്കലുമല്ല. അദ്ദേഹം കാണുന്നത് പോലെ കാണാനാവില്ലല്ലോ. നമുക്ക് നാടിൻ്റെ മിടിപ്പറിയുന്ന ഇടതുപക്ഷം സ്റ്റെതസ്കോപ്പ് ചിഹ്നത്തിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച്, ഏറ്റവും മികവുറ്റ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് അവിടെ വിജയിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി മുന്നേറുന്ന സാഹചര്യമാണ്. ഇന്നലെയും ഇന്നുമായി കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടുള്ള പൊതുയോഗങ്ങളെല്ലാം കഴിഞ്ഞ് ഇടതുപക്ഷം തികഞ്ഞ ആത്മവിശ്വാസത്തോടെ അഭിമുഖീകരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. ഇവിടെ ശ്രീ നികേഷിന് അരിവാൾ ചുറ്റിക നക്ഷത്രം കാണാഞ്ഞിട്ട് ഉറക്കം വരാത്ത സാഹചര്യം ഉണ്ട് എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഞങ്ങൾ കേരളത്തിലെ ആദ്യ ഇടതുപക്ഷ മന്ത്രിസഭയിൽ വരെ ഇടതു സ്വതന്ത്രരായിട്ടുള്ളവർ ഉണ്ടായിരുന്നു. കേരളത്തിൽ ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുള്ളത്, തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുന്ന നയമെന്ന് പറയുന്നത് തങ്ങൾക്ക് ഇടതുപക്ഷത്തിൻ്റെ നയം ഉയർത്തിപ്പിടിച്ച് തന്നെ ജയിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് സ്വീകരിക്കാവുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ആദ്യമായി കേരളത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നതായിട്ടല്ല, ഇതിനു മുമ്പും പല മണ്ഡലങ്ങളിലും മത്സരിപ്പിച്ചിട്ടുണ്ട്. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്താത്തതിൻ്റെ വേദനയുള്ളവർ അറിയേണ്ട ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഇവിടെ BJPയും കോൺഗ്രസും തമ്മിലാണ് മത്സരം, അത്രമാത്രം അപ്രസക്തമാണ് എന്ന് പറഞ്ഞു. അതിനിടയിൽ ഒരു 18% കണക്ക് നികേഷ് പറഞ്ഞു. എവിടെ നിന്നാണ് ഈ 18% കണക്ക് അദ്ദേഹത്തിന് കിട്ടിയതെന്ന് അറിയില്ല. ഇടതുപക്ഷത്തിന് എന്തായാലും ഇതുവരെ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ 18% വോട്ട് ലഭിച്ചിട്ടില്ല. ഇടതുപക്ഷം ഈ മണ്ഡലത്തിൽ ഇപ്പോൾ തുടക്കം മുതൽ, സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ ഇന്ന് ഈ നിമിഷം വരെ മേൽക്കൈ നേടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. എല്ലാ നിലയിലും, പ്രചരണത്തിലും പ്രവർത്തനത്തിലും ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യതയിലും ഇടതുപക്ഷം നമ്പർ 1 മുന്നേറുകയാണ്. LDFും UDFും തമ്മിലാണ് മത്സരമെന്ന് കേരളത്തിൻ്റെ മുൻ പ്രതിപക്ഷ നേതാവ്, ഇപ്പോഴത്തെ നിയമസഭാ അംഗം കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ഇവിടെ പറയുന്നത് UDF പ്രതിനിധി പറയുന്നത് ഇവിടെ മത്സരം BJPയും കോൺഗ്രസും തമ്മിലാണ് എന്നാണ്. അങ്ങനെ വരുത്തി തീർക്കുന്നതിൻ്റെ പിന്നിൽ ഒരു കൃത്യമായ അജണ്ടയുണ്ട്. ആ അജണ്ട SDPIയും വെൽഫെയർ പാർട്ടിയും നടത്തുന്ന പ്രചരണമാണത്. ആ പ്രചരണത്തിൻ്റെ മറപിടിച്ച് എങ്ങനെയെങ്കിലും ഇവിടെ BJP ജയിക്കാൻ പോകുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് തരണം, BJPയെ മാറ്റി നിർത്താൻ എന്ന തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചാഞ്ചാട്ടം. അതൊക്കെ മനസ്സിലാക്കാൻ ബുദ്ധിയും ശേഷിയും ഉള്ളവരാണ് പാലക്കാട്ടെ ജനങ്ങളെന്ന് 23-ന് ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ ഉൾപ്പെടെ കേരളത്തിലെ എല്ലാവർക്കും മനസ്സിലാകും. ഇടതുപക്ഷം ഈ മണ്ഡലത്തിൽ വിജയിക്കുകയും ചെയ്യും. ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുള്ള എല്ലാ വിഷയങ്ങളും, പാലക്കാട് മണ്ഡലത്തിലെ വികസനവുമായി ബന്ധപ്പെട്ട്, കേരളത്തിൽ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പദ്ധതികളുമായി ബന്ധപ്പെട്ട്, ദുരിതാശ്വാസ നിധിയിൽ ഒരു പൈസ പോലും കേരളത്തിന് തരാത്ത കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനത്തെ സംബന്ധിച്ച്, ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ പോലും തയ്യാറാകാത്ത, കണ്ണിൽ ചോരയില്ലാത്ത സമീപനം കേന്ദ്രം സ്വീകരിക്കുമ്പോൾ, ഈ വയനാട് ദുരന്തത്തോട് ഇതാണ് സമീപനമെങ്കിൽ കേരളത്തിൻ്റെ വികസനക്ഷേമ പദ്ധതികളോടും പ്രവർത്തനങ്ങളോടും എന്തായിരിക്കും രാജ്യത്തെ ഗവൺമെൻറ്റിൻ്റെ നിലപാട്? എത്രമാത്രം വിരോധത്തിലും ശത്രുതയിലുമായിരിക്കും ഈ ഗവൺമെൻറ് പെരുമാറുക? അതിനെതിരായി ജനങ്ങൾ ഒറ്റക്കെട്ടായി ചിന്തിക്കുക. പാലക്കാട് അതിന് ഈ വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ പോലും കഴിയാത്ത നില സ്വീകരിച്ചത് വയനാട്, ചേലക്കര മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിന് ശേഷമാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ജനങ്ങൾ ഈ വയനാട് ദുരന്തത്തോട് രാജ്യത്തെ ഗവൺമെന്റ് സ്വീകരിച്ച സമീപനം ചർച്ച ചെയ്യും. ഇടതുപക്ഷത്തിന് നല്ല മേൽക്കൈയോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കും. ശ്രീ പ്രേംകുമാർ, സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ തുടക്കം മുതൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങളൊക്കെ വിലയിരുത്തിയിട്ടുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങളുടെ സ്ഥാനാർത്ഥി പോലും അതിന് എതിരെ, അവിടെയുള്ള BJP ഡീലുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ എടുത്ത നിലപാടിനെതിരായി അവിടെ പൊരുതിയാണ് പുറത്തേക്ക് വരുന്നത്. അതാണ് ഡോക്ടർ സരിൻ ഇപ്പോൾ നിങ്ങൾ വലിയ രീതിയിലേക്ക് മുന്നേറ്റം ഉണ്ടാക്കാനുള്ള നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചതും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോൾ അവിടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. കോൺഗ്രസിനകത്ത് ശാന്തതയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നാണ് മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്നത്. സന്ദീപ് വന്നതോടുകൂടിയാണ് അത്തരമൊരു സാഹചര്യം അവർക്ക് ചൂണ്ടിക്കാട്ടാനായത് എന്നുകൂടി പറയുന്നു നിജേഷ്. എങ്ങനെ കാണണം അതിനെ? ഞാനതൊന്നും പറഞ്ഞിട്ടില്ല. ഞാനതൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, നിജേഷ് അതേ വാക്കുകളല്ല ഉപയോഗിച്ചത്. നിജേഷ് പറഞ്ഞതിന്റെ ചുരുക്കമാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസിൽ ഐക്യമുണ്ട്, സന്ദീപ് വന്നത് ഐക്യത്തോടുകൂടി ഒരു തീരുമാനത്തിന്റെ ഫലമായിട്ടാണ് എന്നാണ്.
ശരി, ഞാൻ അതിനെ കൂടുതൽ പിന്നീട് വിശദീകരിക്കാം. കെ പ്രേംകുമാർ, താങ്കൾ പറയും. അതിന്റെ കോൺഗ്രസ് പ്രശ്നങ്ങളില്ല എന്നാണോ? പറഞ്ഞ രണ്ടല്ലേ? പ്രേംകുമാർ, അതെ, ഞാൻ പറഞ്ഞത് എന്തിനാണ് റോബർട്ട് വധേര BJPക്ക് പണം കൊടുത്തതെന്ന് പറഞ്ഞാൽ ചെറിയ സംഖ്യയാണോ കൊടുത്തത്? ഇവിടെ ഇലക്ടറൽ ബോണ്ടിൻ്റെ ഭാഗമായി കൊടുത്ത സംഖ്യ ആരെയും ഞെട്ടിപ്പിക്കുന്ന സംഖ്യയല്ലേ? എന്തിനാണ് റോബർട്ട് വധേര, അദ്ദേഹം പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവല്ലേ, എന്തിനാണ് അവരുടെ കമ്പനി ഇത്രമാത്രം സംഖ്യ ഇലക്ടറൽ ബോണ്ടിലൂടെ നൽകിയത്? ഡീൽ ആര് തമ്മിലാണ് എന്നത് രാജ്യത്തെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യമായതല്ലേ? ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ കോൺഗ്രസ് ദുർബലപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ല. കോൺഗ്രസിൻ്റെ അടിസ്ഥാന സ്വഭാവത്തിൽ ഒരു മാറ്റവും വരില്ല. അധികാരത്തിനും പണത്തിനും പദവിക്കും വേണ്ടി ആരുമായും എപ്പോഴും കൂട്ടുകൂടാൻ മടിയില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ്. നിങ്ങൾ നോക്കൂ, പാലക്കാട് ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി സരിൻ വന്നതിന് ശേഷം ഡസൻ കണക്കിന് ആളുകൾ, ഞാൻ അവരുടെ പേര് പറഞ്ഞ് സമയമെടുക്കുന്നില്ല, മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി മുതൽ പിരായിരി പഞ്ചായത്ത് മെമ്പർ വരെയുള്ള ജനപ്രതിനിധികളും സംഘടനാ നേതാക്കളുമായിട്ടുള്ള നിരവധി ആളുകൾ, അവരെല്ലാവരും ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി മത്സരിക്കാൻ വേണ്ടി വന്നവരല്ലല്ലോ. എന്തുകൊണ്ട് അവർ കോൺഗ്രസ് നിന്ന് വിട്ടു? അവരെല്ലാം പറഞ്ഞ കാര്യം വർഗീയതയോട് സന്ധി ചെയ്യുന്ന സമീപനം സ്വീകരിക്കുന്നു കോൺഗ്രസ് എന്നതാണ്. ഗാന്ധിയെ ചെറുതായി വെടിവെച്ച് കൊന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ സന്ദീപ് വാര്യരെയാണ് ഇപ്പോൾ തോളിലേറ്റി നടന്ന് ഇവിടെ പ്രചരണത്തിന് വേണ്ടി കൂടി ഉപയോഗപ്പെടുത്തുന്നത്. ഇതെല്ലാം പാലക്കാട്ടെ ജനങ്ങൾ കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. മതനിരപേക്ഷ ജനാധിപത്യ ബോധമുള്ള മനുഷ്യരുടെ മനസ്സിൽ ഒരു നിലയിലും അംഗീകരിക്കാൻ കഴിയാത്ത നിലയിൽ തനിക്ക് സംഭവിച്ച തെറ്റ്, താൻ സ്വീകരിച്ച വർഗീയതയോട് ചേർന്ന് നിന്ന നിലപാടിലുണ്ടായിട്ടുള്ള പശ്ചാത്താപം ഒന്നും പറയാതെ ഒരു സുപ്രഭാതത്തിൽ ഒരാളെ സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ള കോൺഗ്രസിന്റെ നിലപാടെല്ലാം പാലക്കാട് മണ്ഡലത്തിലെയും കേരളത്തിലെയും ജനങ്ങൾ കൃത്യമായി തിരിച്ചറിയുന്നുണ്ട് എന്നത് കോൺഗ്രസിന് തക്കതായ താക്കീത് നൽകാൻ കോൺഗ്രസ് CONG RSS ആണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണുള്ളത്. പാലക്കാട് മണ്ഡലത്തിൽ വികസനവും അതുപോലെ തന്നെ കേരളത്തിൽ പൊതുവിൽ നടക്കുന്ന വികസനങ്ങളോട് ഒരു നിലയിലും ചേർന്ന് നിൽക്കാത്ത നിലയിൽ ഈ മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെ മുരടിച്ചു നിർത്തിയ ഒരു MLAക്ക് തുടർച്ച വേണോ, അതോ കേരളത്തിലെ ഗവൺമെൻറ്റിനോട് ചേർന്ന് നിന്ന് മണ്ഡലത്തിലെ വികസന കാര്യങ്ങൾ താല്പര്യത്തോടു കൂടി ശ്രദ്ധിക്കാൻ പ്രാപ്തനായ മിടുക്കനായ ഒരാളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണോ എന്ന ചോദ്യത്തിന് മുന്നിൽ പാലക്കാട്ട് ജനങ്ങൾ ഉത്തരം കണ്ടെത്തുക, അവർ വോട്ട് ചെയ്യുക. സ്റ്റെതസ്കോപ്പ് ചിഹ്നത്തിലായിരിക്കും, ഡോക്ടർ P. സരിനായിരിക്കും. സരിൻ പാലക്കാട് നിന്ന് വിജയിക്കാനുള്ള സാധ്യതയാണ് നിലവിലുള്ള അന്തരീക്ഷത്തിലുള്ളത് എന്ന്. ശരി, ഞാൻ തിരിച്ചു വരാം ശ്രീ പ്രേംകുമാർ.